സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി ഭാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 16. എൽദോസ് വൈകിട്ട് കുളി കഴിഞ്ഞ് വേഷം മാറി ഒരു വിൽസ് സിഗരറ്റും പുകച്ച് ശാന്തമ്പാറ സിറ്റിയിലേക്ക് ഇറങ്ങിയതായിരുന്നു. വൈകുന്നേരം ഒരു ഇറക്കവും ഒരു കറക്കവും പതിവാണ്. ഇറക്കമിറങ്ങി പാലവും കടന്ന് മുമ്പോട്ട് പോകവേ പിന്നിൽ നിന്ന് ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ട് എൽദോസ് റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നു. ഹൈറേഞ്ചിൽ ജീപ്പുകൾക്ക് അഹങ്കാരം കൂടുതലാണ്. ഒരു ജീപ്പ് പാഞ്ഞു വന്ന് എൽദോസിനെ മുട്ടിയില്ലെന്ന മട്ടിൽ നിന്നു. എൽദോസ് ഞെട്ടി അല്പം പിന്നോട്ട് മാറി. 2 പോലീസുകാരും ശാന്തൻപാറ എസ് ഐ വിജയരാഘവനും ജീപ്പിൽ നിന്നിറങ്ങി. തൊട്ടു പിന്നിൽ മറ്റൊരു ജീപ്പ് കൂടി വന്നു നിൽക്കുന്നത് എൽദോസ് കണ്ടു. അതിൽ ധർമ്മരാജനും രാമൻകുട്ടിയും ഇരിക്കുന്നതും. എൽദോസിൻ്റെ തലച്ചോറിൽ അപായ വെളിച്ചങ്ങൾ മിന്നി അണഞ്ഞു. "നീയല്ലേടാ എൽദോ?" വിജയരാഘവൻ ചോദിച്ചു. ഞാൻ നുണ പറയണോ വേണ്ടയോ എന്നറിയാതെ എൽദോസ് ഒന്ന് വിക്കി. ശാന്തമ്പാറ ശശിയുടെ വിശ്വസ്തൻ അല്ലേടാ? അതെ. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ ഒരടി, വായിൽ ചോരച്ചുവ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിട്. വിജയരാഘവൻ ജീപ്പിൽ കയറിക്കഴിഞ്ഞു. എൽദോ ഒരു ചാക്കുകെട്ട് പോലെ ജീപ്പിൻ്റെ ബാക്ക് സീറ്റുകൾക്കിടയിൽ വീണു. പോലീസ് ജീപ്പ് അവിടെ ഇട്ട് തിരിച്ചു. പിന്നിൽ കിടന്ന ജീപ്പിന് എതിരെ ഒപ്പത്തിനൊപ്പം വന്നപ്പോൾ വിജയരാഘവൻ ധർമ്മരാജൻ്റെ നേർക്ക് കൈകാട്ടി. "വല്ലതും പറയുമോയെന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി നോക്കട്ടെ. വിവരം അറിയിച്ചേക്കാം. പൊയ്ക്കോ." പോലീസ് ലോക്കപ്പിൽ വെച്ചായിരുന്നു എൽദോസിനെതിരെയുള്ള പീഡന പരീക്ഷണങ്ങൾ. "ആരുടെ ചാരായമാണ്ടാ നീ വിറ്റത്?" എസ് ഐ വിജയരാഘവൻ എൽദോസിനെ ഭിത്തിയോട് ചേർത്ത് നിർത്തി ഇടത് കാൽമുട്ട് അടിവയറ്റിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. "ഞാൻ ചാരായം വിറ്റില്ല." "ചാരായം വാറ്റുന്നത് ആരാണടാ? എവിടെയാണ്ടാ വാറ്റ് കേന്ദ്രം?" രണ്ടിനും മറുപടി ഉണ്ടായില്ല. എൽദോസിനൊന്നും അറിയില്ല. അവൻ ചാരായം വിറ്റിട്ടില്ല, കുടിച്ചിട്ടുമില്ല. വിജയരാഘവൻ്റെ പീഡനങ്ങൾക്കിടയിൽ തിരിച്ചും മറിച്ചും ചോദിച്ചു. ടേപ്പ് ചെയ്തു വെച്ചതുപോലെ എൽദോസ് ഒരേ മറുപടി തന്നെ പറഞ്ഞു. എസ് ഐ വിജയരാഘവൻ ഓരോന്ന് ചോദിച്ച് അവസാനം എൽദോസിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര വന്നു. അവൻ ലോക്കപ്പിനുള്ളിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു. എസ് ഐ അവൻ്റെ മുഖത്ത് തണുത്ത വെള്ളം തളിക്കാനും വല്ലതും കുടിക്കാൻ കൊടുക്കാനും ഏർപ്പാടാക്കിയിട്ട് പുറത്തേക്ക് പോയി. ശാന്തമ്പാറ ശശി TV കണ്ടുകൊണ്ട് സ്വീകരണമുറിയിൽ ഇരിക്കുകയായിരുന്നു. ഡ്രൈവർ രഘു സിറ്റൗട്ടിലേക്ക് തിടുക്കത്തിൽ വന്ന് കയറി. കാളിംഗ് ബെല്ലടിച്ചു. ശശി എഴുന്നേറ്റു. "എന്താണ് രഘു?" "എൽദോയെ പോലീസ് പിടിച്ചു." "ഏതു പോലീസ്?" "ശാന്തമ്പാറ പോലീസാ." "ആ, നീ പൊയ്ക്കോ. ആകാശം ഇടിഞ്ഞു വീഴാൻ പോണെന്ന് കേട്ടാൽ വരട്ടെ നോക്കാം എന്ന മട്ടുകാരനാണ് ശശി." അല്പനേരം കൂടി നിന്നു. TVയിലെ സിനിമ കണ്ടിട്ട് അയാൾ ജീപ്പ് ഇറക്കാൻ രഘുവിനോട് പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ അയാൾ ഒരുങ്ങിയിറങ്ങി. ജീപ്പ് ശാന്തമ്പാറ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. സ്റ്റേഷനിൽ എസ് ഐ വിജയരാഘവൻ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറോളം ശശി കാത്തുനിന്നു. എസ് ഐ വന്നപ്പോൾ നേരെ കയറി ചെന്നു. "എന്തിനാ സാറേ എൽദോയെ പിടിച്ചകത്തിട്ടിരിക്കുന്നേ?" പരിചയമുള്ളതുകൊണ്ട് ശശി ഒന്നും പറയാതെ കസേര വലിച്ചിട്ട് അതിലിരുന്നു. "അവൻ വ്യാജച്ചാരായം വിറ്റു." "രാമൻകുട്ടി വിൽക്കുന്നുണ്ടല്ലോ." "അത് മഹാദേവൻ തമ്പിയുടെ ചാരായമാ." "ഇത് ശാന്തമ്പാറ ശശിയുടെ ചാരായമാണെന്ന് കൂട്ടിക്കോ." "വിട്ടയക്കാൻ പറയാനാണെങ്കിൽ മെനക്കെടണ്ട. വിടില്ല." "കോടതിയിൽ ഹാജരാക്കിയാൽ ജാമ്യം എടുത്തോളാം." "ആ, ഹാജരാക്കിക്കൊള്ളാം." "എന്ന്?" "അത് പറയാൻ പറ്റില്ല." "അവന് കേടൊന്നും വരുത്തല്ലേ സാറേ." "ശശി എന്നു മുതലാ ചാരായം വാറ്റ് തുടങ്ങിയത്?" "കുറച്ച് നാളായി." "കഞ്ചാവ് കൃഷി ആയിരുന്നെന്ന് സാറിന് അറിയാമല്ലോ." "രക്ഷയില്ല. അതെല്ലാം വെട്ടിപ്പോയി. എന്നാൽ പിന്നെ ചാരായം വാറ്റാമെന്ന് വെച്ചു." "എവിടെയാ വാറ്റ്?" "നമ്മുടെ പറമ്പിൽ. അല്ലാതെ എവിടെ?" "തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കേണ്ട മര്യാദ ഇല്ലായിരുന്നോ?" "തോൽക്കോ ജയിക്കുമോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒതുക്കത്തിലാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് അറിയിക്കാഞ്ഞതും." "മഹാദേവൻ തമ്പിയോടാണ് കളിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നോ?" "കഞ്ചാവ് കൃഷിയിൽ 3 കൊല്ലം കൊണ്ട് 5 ലക്ഷം പോയി. അത് തിരിച്ചു പിടിക്കണം. ഇനി നിർത്തിയേക്കുന്നതല്ലേ നല്ലത്." "കഞ്ചാവ് കൃഷി നിർത്തി. അതുമാത്രമല്ല കള്ളവാറ്റും." "എൻ്റെ പോയ കാശ് തിരിച്ചെടുത്തോട്ടെ സാറേ." "അത് നടക്കില്ല ശശി." "ഇല്ലെങ്കിൽ വേണ്ട. എൽദോയെ വിട്ടേക്ക്. അവൻ പാവം." "വിടാൻ പറ്റില്ല. മഹാദേവൻ തമ്പി അറിഞ്ഞ കേസാ." "MLA കൊണ്ട് പറയിക്കണോ?" "ഉടുമ്പൻചോല MLA എൻ്റെ സ്വന്തം ആളാ." "മഹാദേവൻ തമ്പിക്ക് സ്വന്തം മന്ത്രിയുണ്ടടോ. പിന്നാണോ തൻ്റെ MLA." "അപ്പോൾ സാറ് കോടതിയിൽ ഹാജരാക്കിയിട്ടേ വിടൂ." "അത്രേ ഉള്ളൂ." "ശരി." ശശി എഴുന്നേറ്റു. "ഈ കേസിൽ ആര് എതിർകക്ഷിയായിട്ട് വന്നാലും അവർക്ക് കേടാ. അത് ശാന്തമ്പാറ ശശിയായാലും. കാരണം മഹാദേവൻ തമ്പി ആ മറുവശത്ത്. മനസ്സിലായി? തമ്പി പറഞ്ഞാൽ എന്നെയും അറസ്റ്റ് ചെയ്യുമെന്ന് അല്ലേ?" ശശി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. മതികെട്ടാനിലേക്ക് വണ്ടി വിടാൻ അയാൾ ഡ്രൈവറോട് ആജ്ഞാപിച്ചു. ശശി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എസ് ഐ വിജയരാഘവനും സംഘവും ശശിയുടെ വീട്ടിലെത്തി.
ശശി എവിടെ? എസ് ഐ വീട്ടുജോലിക്കാരനോട് അന്വേഷിച്ചു. പുറത്തു പോയതാ, വന്നില്ല. പോലീസ് വീട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറി. കണ്ണിൽ കണ്ടതെല്ലാം തട്ടിമറിച്ചിട്ടു. രഹസ്യ അറകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തറയിലും ഭിത്തിയിലും തട്ടി നോക്കിക്കൊണ്ട് വീട്ടിനുള്ളിൽ ചുറ്റി നടന്നു. കന്നുകാലിത്തൊഴുത്തും വളപ്പുരയും കാർ ഗ്യാരേജും ഔട്ട് ഹൗസും പരിശോധനാ വിധേയമായി. കന്നുപൂട്ടിയതുപോലെ എല്ലാം ഇളക്കി മറിച്ചിട്ടിട്ട് പോലീസ് സംഘം പോയി. കോട കലക്കിയതോ ചാരായമോ മാറ്റുപകരണങ്ങളോ കണ്ടെടുക്കാമെന്ന പ്രതീക്ഷ അതോടെ അസ്ഥാനത്തായി. മതികെട്ടാനിൽ നിന്ന് രാത്രിയാണ് ശശി തിരിച്ചെത്തിയത്. പാതി വഴിക്ക് ശശിയുടെ പണിക്കാരിൽ ഒരാൾ കാത്തു നിന്നിരുന്നു. വീട്ടിൽ നടന്ന റെയ്ഡിനെപ്പറ്റി അയാൾ ശശിയെ ധരിപ്പിച്ചു. താൻ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ഗൗരവമുള്ളതാണ് കാര്യങ്ങളെന്ന് അയാൾക്ക് മനസ്സിലായി. ജീപ്പിലുണ്ടായിരുന്ന നരേന്ദ്രനെയും സംഘത്തെയും അയാൾ അവിടെ ഇറക്കി. ശശിയും ഇറങ്ങി. ജീപ്പ് മാത്രം വീട്ടിലേക്ക് അയച്ചു. തമ്പി നമ്മളെ അടിയോടെ പൊക്കിക്കളയാനാ നീക്കം. ശശി നരേന്ദ്രനോടും കൂട്ടുകാരോടും പറഞ്ഞു. സാരമില്ല, നമുക്ക് മറുമരുന്ന് എന്തെങ്കിലും ചെയ്യാം, നരേന്ദ്രൻ പറഞ്ഞു. എൽദോയെ അവർ തല്ലി നിരപ്പാക്കിയിട്ടുണ്ട്, ഉറപ്പാ. കോടതിയിൽ ഹാജരാക്കുമെന്നാ പറഞ്ഞത്. ഏയ്, കോടതിയിലൊന്നും കൊണ്ടുപോവില്ല, നേർക്ക് നേരെ തീർക്കാനാ തമ്പിക്കും ധർമ്മരാജനും താല്പര്യം, നരേന്ദ്രൻ പറഞ്ഞു. നമ്മൾ എന്തു ചെയ്യും? ഡാനി നരേന്ദ്രനെ നോക്കി. ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശക്തിയിൽ അങ്ങോട്ടടിക്കുക. ധർമ്മരാജൻ്റെ ഒരു രീതി വെച്ച് നോക്കിയാൽ എൽദോയെ ഇന്ന് രാത്രി വെള്ളികുളം ബംഗ്ലാവിൽ എത്തിക്കാനാണ് സാധ്യത. ധർമ്മരാജന് സ്വന്തമായൊരു ചോദ്യം ചെയ്യലുണ്ട്. പോലീസിനെ കൊണ്ട് പറയിക്കാൻ പറ്റാത്തത് ധർമ്മരാജൻ പറയിക്കും. നമ്മളിനി ചിലപ്പോൾ എൽദോയെ കണ്ടെന്നും വരില്ല. കരുണൻ ഒരു ഞെട്ടലോടെ നരേന്ദ്രനെ നോക്കി. കോഡ്ലെസ് ഫോൺ ഇടതു കൈയിലും സ്റ്റേറ്റ് എക്സ്പ്രസ് സിഗരറ്റ് വലതു കൈയിലും പിടിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരൻ പണിത പഴയ ദർബാർ ഹാളിലൂടെ മഹാദേവൻ തമ്പി പാദത്തിന് തീ പിടിച്ച പോലെ തന്നെ നടന്നു. അവൻ എങ്ങനെ രക്ഷപ്പെട്ടെന്നാ രാഘവ താനീ പറയുന്നേ? സ്റ്റേഷനിൽ വന്നതല്ലേ, തൻ്റെ കൺമുന്നിൽ ഇരുന്നതല്ലേ, തൻ്റെ കയ്യിൽ കിട്ടിയതല്ലേ? മുതലാളി അത് തെളിവോടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തെളിവ് കിട്ടിയോ? എടോ, ശശിയാണ് മാറ്റി നടത്തിയതെങ്കിൽ എന്തുകൊണ്ട് എൽദോ അത് പറഞ്ഞില്ല? ശശി വന്ന് കൂളായിട്ട് സമ്മതിച്ചെന്നല്ലേ താൻ പറഞ്ഞത്? ഇതിപ്പോൾ ശശി മുങ്ങിക്കളയുമെന്ന് ആരറിഞ്ഞു? തോട്ടത്തിലേക്ക് പോയെന്നാ അറിഞ്ഞത്. തിരിച്ചു വരാതിരിക്കില്ലല്ലോ. ഏതായാലും താൻ അയാളുടെ വീട് റെയ്ഡ് നടത്തിയില്ലേ? തോട്ടത്തിലെ ഷെഡിലും ഒരു റെയ്ഡ് നടത്തിയേക്ക്. പക്ഷേ പോലീസ് കൊണ്ട് മതികെട്ടാൻ്റെ കയറ്റം കയറി പോവില്ല. ടാക്സി പിടിച്ചുകൊണ്ട് പോടോ, പണം ഞാൻ തരില്ലേ? ശരി മുതലാളി. പിന്നെ എൽദോയെ ഇങ്ങോട്ട് വിട്ടേക്ക്, ഞങ്ങൾ ചോദ്യം ചെയ്തോളാം. അത് താൻ പേടിക്കേണ്ടോ, തനിക്കൊരു കുഴപ്പം വരാത്ത വിധത്തിലാണ് ഞാനത് കൈകാര്യം ചെയ്യൂ. ശരി മുതലാളി. ഞാൻ 11 മണി രാത്രിക്ക് ഒരു വണ്ടി അങ്ങ് വിട്ടേക്കാം. രാമൻകുട്ടിയെ വിളിച്ച് എൽദോയെ അവനെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് വിട്ടാൽ മതി. വേണമെങ്കിൽ കൂട്ടിന് 2 കോൺസ്റ്റബിൾമാരും കൂടി ഇരുന്നോട്ടെ. ശരി. കോഡ്ലെസ് ഫോൺ ഓഫ് ചെയ്ത് തമ്പി മുതലാളി അത് ധർമ്മരാജനെ ഏൽപ്പിച്ചു. ധർമ്മ, 10:30 ഒരു വണ്ടി വിട്ടേക്കണം ശാന്തമ്പാറയ്ക്ക്. എൽദോയെ എതിരേറ്റ് കൊണ്ടുവരാനാ, മനസ്സിലായോ? ഉവ്വ്, ധർമ്മരാജൻ വിനയാന്വിതനായി പറഞ്ഞു. കാറ്റില്ല, പക്ഷെ കോടമഞ്ഞും അസ്ഥിയിൽ സൂചി കുത്തുന്ന പോലുള്ള തണുപ്പും. ജീപ്പ് പാളിത്തിരിയുമ്പോൾ കമ്പിയിൽ നിന്ന് വിരലുകൾ വഴുതി എൽദോ 2-3 വട്ടം വീഴാൻ പോയി. അവൻ തീർത്തും അവശനായിരുന്നു. അർത്ഥബോധാവസ്ഥയിലാണ് അവൻ. കൺമുന്നിലുള്ളതെല്ലാം കണ്ടതും കേട്ടതും. ഓർമ്മ നേരെ നിൽക്കുന്നില്ല. ചിന്തകളും പതറിപ്പോകുന്നു. ബുദ്ധിയിൽ ഒരുതരം മൗഢ്യം. രാമൻകുട്ടി അവൻ്റെ ഓരോ ചലനവും നോക്കിക്കൊണ്ടിരുന്നു. ചാടിപ്പോകാതെ നോക്കേണ്ടത് രാമൻകുട്ടിയുടെ ചുമതലയാണ്. കൂട്ടിന് 2 പോലീസുകാരുണ്ട്. ഓടാനുള്ള കെൽപ്പ് എൽദോസിന് ഇല്ലെന്നും അറിയാം. എന്നാലും ഒരു മുൻകരുതൽ. നിനക്കിതിൻ്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ എൽദോ? തമ്പി മുതലാളിയുടെ മുമ്പിൽ നീ ആരാ? സഹതാപത്തോടെ രാമൻകുട്ടി പറഞ്ഞു. ജീപ്പ് വളവ് തിരിഞ്ഞ എസ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചു. റോഡരികിൽ നിന്ന് കാറ്റാടി മരത്തിൻ്റെ ഒരു ശിഖരം പൊടുന്നനെ അടർന്ന് ജീപ്പിൻ്റെ ബോണറ്റിൽ വന്നു വീണു. ചില്ലകളും ഇലകളും കാരണം ഗ്ലാസ് മറഞ്ഞ് വഴി കാണാൻ വയ്യാതായി. ഡ്രൈവർ വണ്ടി നിർത്തി. രാമൻകുട്ടി, അതൊന്ന് എടുത്തു മാറ്റ്, ഡ്രൈവർ പറഞ്ഞു. രാമൻകുട്ടി ചുറ്റുപാട് നോക്കി. കാറ്റില്ലാത്ത നേരത്തെ മരത്തിൻ്റെ കൊമ്പ് എങ്ങനെ ഒടിഞ്ഞു വീണെന്നാ? അതും പച്ചക്കമ്പ്. രാമൻകുട്ടിക്ക് സംശയം തീർന്നില്ല. അയാൾ കാറ്റാടി മരത്തിലേക്ക് നോക്കി. ഒരു ശിഖരത്തിൽ കൈ പിടിച്ച് തൂങ്ങി ഒരാൾ ആടുന്നത് കണ്ടു. കറുത്ത നിഴൽ രൂപം. അത് റോഡിലേക്ക് ചാടി. ഈണത്തിലൊരു വിളി, രാമൻകുട്ടി. രാമൻകുട്ടി ഞെട്ടിത്തരിച്ച് നിന്നു. ഡ്രൈവറെ ആരോ വലിച്ച് റോഡിലേക്കിട്ടു. പോലീസുകാർ ചാടി ഇറങ്ങി. അവർ ഒരു ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചു നോക്കി. എതിരാളികൾ 5 പേരുണ്ടായിരുന്നു. വാതിലിൽ ആരോ തട്ടുന്നത് കേട്ട് വിജയരാഘവൻ അകത്തുനിന്ന് ചോദിച്ചു. ആരാ? ഞാനാ സാറേ, രാമൻകുട്ടി. നീ പോയില്ലേടാ? ഒരബദ്ധം പറ്റി സാറേ, വാതിലൊന്ന് തുറന്നേ. വിജയരാഘവൻ വാതിൽ തുറന്നു.
ഞൊടിയിടയിൽ 4 പേർ അയാളെ തള്ളി നീക്കി അകത്തു കടന്നു. 5-ാമനായി എൽദോയും 6-ാമനായി രാമൻകുട്ടിയും അകത്തു പ്രവേശിച്ചു. ഏറ്റവും ഒടുവിൽ നരേന്ദ്രൻ കയറി. അവൻ വാതിലടച്ച് ബോൾട്ടിട്ടു. രാമൻകുട്ടിയോടൊപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത 4-5 ചെറുപ്പക്കാരെ കൂടി കണ്ട് വിജയരാഘവൻ അന്താളിച്ചു. താൻ വെള്ളികുളം എസ്റ്റേറ്റിലേക്ക് രാമൻകുട്ടിയോടും കോൺസ്റ്റബിൾമാരോടും ഒപ്പം അയച്ച എൽദോസിനെ കൂടി കണ്ടതോടെ അയാൾ അപകടം മണത്തു കഴിഞ്ഞിരുന്നു. ആര് പറഞ്ഞു വാതിലടയ്ക്കാൻ? വാതിൽ തുറന്നിട്! വിജയരാഘവൻ നരേന്ദ്രൻ്റെ നേർക്ക് ആക്രോശിച്ചു. നിങ്ങളൊക്കെ ആരാ? എന്തിനിവിടെ വന്നു? പറയാം, അതിനു മുമ്പ്. അപ്പോഴേക്കും വിജയരാഘവൻ മേശയ്ക്കടുത്തേക്ക് കൗശലത്തോടെ നീങ്ങി. ഡ്രോമേശ വലിച്ചു തുറന്ന് സർവീസ് റിവോൾവർ എടുക്കുകയായിരുന്നു ലക്ഷ്യം. മേശവലിപ്പ് തുറക്കാനേ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ചെകിടടിച്ച് അടി വീണു. താരതമ്യേന കരുത്തനായിരുന്ന വിജയരാഘവൻ അധികാരത്തിൻ്റെ ചങ്കൂറ്റവും ഉണ്ടായിരുന്നു അയാൾക്ക്. ബാസ്റ്റഡ്! വിജയരാഘവൻ നരേന്ദ്രൻ്റെ കോളറിൽ കയറി പിടിച്ചു. വിജയരാഘവൻ്റെ മുഖത്ത് ഒരടി കൂടി പൊട്ടി. പോരാട്ടം 3 മിനിറ്റേ നീണ്ടു നിന്നുള്ളൂ. താനൊരു കായികാഭ്യാസിയോടാണ് പൊരുന്നതെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും വിജയരാഘവൻ വീണു കഴിഞ്ഞു. തോർത്തുകൊണ്ട് നരേന്ദ്രൻ അയാളുടെ വായ മൂടിക്കെട്ടി. കൈകൾ പിന്നോട്ടാക്കി ബന്ധിച്ചു. നരേന്ദ്രൻ ഡാനിയുടെ നേർക്ക് കൈ നീട്ടി. ഒരു പ്ലാസ്റ്റിക് കയർ നരേന്ദ്രൻ്റെ കയ്യിൽ വന്നു വീണു. ഞൊടിയിടയിൽ അവൻ വിജയരാഘവൻ്റെ കഴുത്തിൽ കുടുക്കിട്ടു. വിജയരാഘവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ശേഷം കയറിൻ്റെ മറ്റേ അറ്റം ഫാനിലൂടെ കുടുക്കി താഴേക്ക് വലിച്ചെടുത്തു. നരേന്ദ്രൻ കാൽ കൊണ്ട് കസേര തട്ടി നീക്കി ഫാനിൻ്റെ കീഴിലിട്ടു. ഡാനി വിജയരാഘവൻ്റെ അരയ്ക്ക് വട്ടം പിടിച്ചു പൊക്കി കസേരയിൽ നിർത്തി. നരേന്ദ്രൻ കയറിൻ്റെ മറ്റേ അറ്റം താഴേക്ക് വലിച്ചു പിടിച്ചു. കുടുക്ക് വിജയരാഘവൻ്റെ കഴുത്തിൽ മുറുകിക്കൊണ്ടിരുന്നു. മരണഭീതിയോടെ അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ദേഹം വിയർപ്പിൽ കുളിച്ചു. അവൻ്റെ കാൽ ചുവട്ടിന്ന് കസേര തട്ടി മാറ്റിയേക്ക്, നരേന്ദ്രൻ ഡാനിയോട് പറഞ്ഞു. ഡാനി കസേര നീക്കാനായി മുമ്പോട്ട് നീങ്ങി. വിജയരാഘവൻ തന്നെ കൊല്ലരുതെന്ന് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു. അയാളുടെ പാദങ്ങൾ വിറകൊണ്ടു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോരെ? ഡാനി ചോദിച്ചു. പോലീസ് ശല്യമായിട്ട് വരും. നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളൊന്നും കാണരുത്. പരുഷസ്വരത്തിൽ നരേന്ദ്രൻ പറഞ്ഞു. SI വിജയരാഘവൻ ആത്മഹത്യ ചെയ്തതുകൊണ്ട് ലോകത്തിന് പ്രത്യേകിച്ച് ഒരു കുറവും വരാനില്ല. എന്നാലും പറയുന്നത് കേൾക്കാനും ചിന്തിക്കാനും ഒരു ചാൻസ്. ഡാനി നരേന്ദ്രനെ നോക്കി. നരേന്ദ്രൻ ഒരു ബീഡി കൊളുത്തി. അത് വലിച്ചുകൊണ്ട് അല്പനേരം ആലോചിച്ചു നിന്നു. വിജയരാഘവൻ്റെ കാലുകളിലൂടെ വിയർപ്പൊലിച്ച് കസേരയിൽ വീണു. ഒരു വാക്ക്. അത് ജീവിതമാകാം, മരണമാകാം. വിജയരാഘവൻ നരേന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അയാളുടെ കവിളിലൂടെ കണ്ണീരൊഴുകി. അവനെ കസേരയിലോട്ടിരുത്ത്, നരേന്ദ്രൻ നിർദ്ദേശിച്ചു. ഡാനി അനുസരിച്ചു. കഴുത്തിൽ കുടുക്കോടെ വിജയരാഘവൻ കസേരയിലിരുന്നു. അയാൾക്ക് മുന്നിൽ മറ്റൊരു കസേരയിട്ട് നരേന്ദ്രനും ഇരുന്നു. ബീഡി വലിച്ച് പുക നരേന്ദ്രൻ അയാളുടെ മുഖത്തേക്ക് ഊതി. എന്നിട്ട് അയാളുടെ വായ് മൂടിക്കെട്ടിയ തോർത്തഴിച്ചു മാറ്റി. എൻ്റെ പേര് നരേന്ദ്രൻ. മഹാദേവൻ തമ്പിയോ ധർമ്മരാജനോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. വിജയരാഘവൻ അനങ്ങിയില്ല. ചോദിക്കുന്നതിന് ഉത്തരം കിട്ടണം. കേട്ടിട്ടുണ്ട്. വിജയരാഘവൻ ഞരങ്ങി. എങ്ങനെ കേട്ടു? ധർമ്മരാജൻ പറഞ്ഞിരുന്നു, ഈ പേരിൽ ഒരുത്തനെ എവിടെങ്കിലും കണ്ടാൽ പിടിച്ചു കൊടുക്കണമെന്ന്. വേറൊന്നും അറിയില്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങിയവനാണെന്നും തമ്പി മുതലാളിയുടെ ശത്രുവാണെന്നും. എനിക്കൊരു കഥയുണ്ട്, ചുരുക്കി പറയാം. മഹാദേവൻ തമ്പിയുടെ ജോലിക്കാരനായിരുന്നു. അയാളുടെ മകളെ പ്രേമിച്ച കുറ്റത്തിന് അയാൾ ചതിച്ച് കുറ്റവാളിയാക്കി ജയിലിൽ അയച്ചു. വ്യാജച്ചാരായം ഉണ്ടാക്കി വിറ്റു എന്നതായിരുന്നു കുറ്റം. അയാൾ എൻ്റെ കുടുംബം തകർത്തു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ അമ്മ ജീവനോടെ ഇല്ല, അച്ഛനില്ല, സഹോദരിയുമില്ല, ആരുമില്ല എനിക്ക്. പകരം ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? വേണ്ടേ? വേണം. വിജയരാഘവൻ വീർപ്പടക്കി. മഹാദേവൻ തമ്പിയുടെ ജീവനെടുത്താൽ മതിയോ? കൊല്ലാൻ എളുപ്പമാ. ഇതുപോലെ ഒരാക്രമണം നടത്തി കഴുത്തിലൊരു കുടുക്കിട്ട് അതുപോരെ? ആ കുടുംബം വേരോടെ പെഴുതു കളയണം. ഒന്നും ശേഷിക്കരുത്. അതിനു വേണ്ടിയാ ജീവിക്കുന്നേ. വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ കൊല്ലുക. 2 വഴിയേയുള്ളൂ മുന്നിൽ. അത് തീക്കനൽ പോലെ ചുട്ടുപഴുത്ത് കിടക്കുക മനസ്സിൽ. അതുകൊണ്ട് പോലീസൊന്നും ഒരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസ് വെറും മനുഷ്യന്മാരാ. അധികാരം കാണും, കാക്കിയും കാണും. നരേന്ദ്രൻ മല്ലയുദ്ധത്തിൽ ചീന്തിക്കേറുകയും ബട്ടൺസ് പൊട്ടുകയും ചെയ്ത അയാളുടെ കാക്കിയുടുപ്പ് നേരെ പിടിച്ചിട്ടു. അയാളുടെ കോളറും ശരിയായി വെച്ചു കൊടുത്തു. പക്ഷേ എനിക്കിത് വെറും തുണിയാ. എൻ്റെ ഷർട്ട് കറുത്ത തുണി, തൻ്റേത് കാക്കി തുണി, അത്രേ ഉള്ളൂ. ഇതിനടിയിൽ പച്ചമാംസം. ചാകാനും കൊല്ലാനും എന്നാ നേരം വേണം? ഒരുപോലത്തെ ജീവൻ. വീണ്ടും വിചാരം എന്നൊരു സംഗതി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ആരോടും ഏറ്റുമുട്ടാതെ ജീവിച്ചു പോകുന്നേ. എനിക്കതില്ല.
താൻ ജീവിക്കണോ വേണ്ടോ എന്ന് ഇപ്പം തീരുമാനിക്കുന്നത് ഞാനാ. എൻ്റെ മുമ്പിൽ നീതിയുമില്ല നിയമവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, തുണിയുടെ കളർ വ്യത്യാസം, പച്ച ജീവനും മാത്രം. നരേന്ദ്രൻ ബീഡിക്കുറ്റി താഴെ ഇട്ടു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. മാറ്റുചാരായം വിറ്റതിന് എൽദോയെ താൻ പിടിച്ച് ലോക്കപ്പിലിട്ടിടിച്ചു. അത് തൻ്റെ ഡ്യൂട്ടി. പക്ഷേ മറുവശത്ത് മഹാദേവൻ തമ്പി വാറ്റുന്നു, രാമൻകുട്ടി വിൽക്കുന്നു. അവിടെ തനിക്ക് ഡ്യൂട്ടിയില്ല. താൻ മഹാദേവൻ തമ്പിക്ക് കൊടി പിടിക്കുകയും രാമൻകുട്ടിക്ക് ചൊറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അത് പോക്കൃത്തരമാണെന്ന് ഞാൻ പറയാതെ തന്നെ തനിക്കറിയാമല്ലോ. തനിക്കതിന് വേറെ കിമ്പളം കിട്ടുന്നെന്നുള്ളതും ശരിയാ. തൻ്റെ സ്വദേശം എവിടെയാ? മാവേലിക്കര. ആ, മാവേലിക്കരക്കാരാ. അതുകൊണ്ട് താൻ ഇന്നു മുതൽ എൽദോസിന് ചൊറിഞ്ഞു കൊടുക്കണം. എനിക്ക് കൊട പിടിച്ചു തരണം. പറ്റുമോ? വിജയരാഘവൻ ഒരു നിമിഷം ശങ്കിച്ചു. ഭയപ്പെടേണ്ട ക്രിമിനലാണ് മുന്നിലെന്ന് വാക്കുകൾ ഉച്ചരിക്കുമ്പോഴത്തെ ഭാവവ്യത്യാസങ്ങൾ കൊണ്ട് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. എനിക്ക് ഞരങ്ങി മുളി വർത്തമാനം പറയല്ലേ, എനിക്ക് കലി വരും. അറുത്തു മുറിച്ച മറുപടിയാണ് എനിക്ക് വേണ്ടത്. അവൻ ഫാനിലേക്ക് നോക്കി. പറ്റും, വിജയരാഘവൻ പെട്ടെന്ന് പറഞ്ഞു. ഇനി മാറ്റി പറയരുത്, മാറ്റി ചെയ്യരുത്. ഈ കാക്കി വെറും തുണിയാ, അടിയിൽ പച്ച ജീവനാ. കാറ്റടിക്കുമ്പം വിളക്ക് കെടുന്ന പോലെ കെട്ടുപോകും. പിന്നെ വിജയരാഘവനുണ്ടോ? ഇല്ല. ഈ തുണി വേറെ ആരെങ്കിലും ഇടും. മനസ്സിലായോ? മനസ്സിലായി. കല്യാണം കഴിച്ചതാണോ? അതെ. ഭാര്യയും മക്കളും മാവേലിക്കരയിലാ. ഇടയ്ക്കിടയ്ക്ക് മാവേലിക്കരയ്ക്ക് പോകണ്ടേ? ഭാര്യയും മക്കളെയും കാണണ്ടേ? അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏക സന്തോഷം. അതിനും കൂടി വേണ്ടിയല്ലേ ഈ കാക്കിയിട്ടുകൊണ്ട് ശമ്പളവും ഡ്യൂട്ടി ചെയ്യേണ്ട പോലെ ചെയ്യാത്തതിന് കിമ്പളവും മേടിക്കുന്നേ അല്ലേ? അതെ. ഇടയ്ക്ക് താനങ്ങ് ചത്തുപോയാൽ ആർക്ക് പോയി? ഡിപ്പാർട്ട്മെൻറ്റിന് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. മഹാദേവൻ മുതലാളിക്കുണ്ടോ? ഇല്ല. എനിക്കുണ്ടോ? ഇല്ല. ഇതിൽ കൂടുതൽ എങ്ങനെയാ തെളിച്ചു പറയുന്നേ? താൻ നാളെ മുതൽ ഞങ്ങളുടെ കൂടെ കിമ്പളം ഞങ്ങൾ തരും. തമ്പി തരുന്നത് മേടിക്കണ്ട. വാങ്ങിയില്ലെങ്കിൽ തന്നെ അയാൾ കൊല്ലുവോ? ഇല്ലല്ലോ. അതേസമയം ഞാനാണെങ്കിലോ? നരേന്ദ്രൻ ചിരിച്ചു. ആ ചിരിയിലെ ക്രൗര്യം വിജയരാഘവനെ ചകിതനാക്കി. നാളെ മുതൽ ശാന്തമ്പാറ പ്രദേശത്ത് മഹാദേവൻ തമ്പിയുടെ ചാരായം വിൽപ്പനയ്ക്കില്ല. രാമൻകുട്ടി ഞങ്ങളുടെ ചാരായം വിൽക്കും. ഞങ്ങളുടെ ചാരായം താൻ പിടിക്കരുത്, ഇടിക്കരുത്. തമ്പിയുടെ ചാരായം ആര് വിറ്റാലും അവനെ കസ്റ്റഡിയിലെടുക്കണം. എൽദോസിനെ ചോദ്യം ചെയ്ത പോലെ ചോദ്യം ചെയ്യണം. ബാക്കി ഞങ്ങൾ ചെയ്യുമ്പോൾ കണ്ണടച്ച് പിടിച്ചേക്കണം. കൂടെ നിന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കളഞ്ഞ് സഹായിക്കും. എതിർത്ത് നിന്നാൽ ഞങ്ങൾ തൻ്റെ ജീവൻ കളഞ്ഞ് സഹായിക്കും. ഇപ്പം ശാന്തമ്പാറയിലെ മൊത്തം ചാരായ ബിസിനസ് ഞങ്ങളങ്ങ് പിടിക്കുക. ശാന്തമ്പാറയിൽ ഞങ്ങൾ വഴിയിലിറങ്ങി നടക്കും. പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിൽ വന്നിരുന്ന് ബീഡി വലിക്കും. വേറെ ആരെങ്കിലും മാറ്റിയാൽ അവനെ അടിച്ച് നിരപ്പാക്കും. തമ്പിയുടെ ആൾക്കാരെ കൊണ്ട് ശ്വാസം മുട്ടുന്ന സ്ഥിതി വന്നാൽ അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. അങ്ങനെ തൻ്റെ മൂക്കിന് കീഴിൽ പലതും നടക്കും. ഇത് വല്ലതും കാണാൻ തനിക്ക് കണ്ണുണ്ടോ? അറിയാൻ മനസ്സുണ്ടോ? ഇല്ല. തൻ്റെ കണ്ണും മനസ്സും എവിടെയാ? അങ്ങ് മാവേലിക്കരയിൽ അല്ലേ? പുതിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ താൻ ചെയ്യുന്നേ. ഇന്നലെ വരെ മഹാദേവൻ തമ്പിക്ക് വേണ്ടിയിട്ട് ചെയ്തു. നാളെ മുതൽ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. അത്രയല്ലേ ഉള്ളൂ. വിജയരാഘവൻ തലയാട്ടി. ഇന്ന് ശാന്തമ്പാറ പിടിച്ചെടുത്ത ഞാൻ നാളെ പൂപ്പാറ പിടിക്കും. അത് കഴിഞ്ഞാൽ രാജാക്കാട്, വെള്ളത്തൂവൽ, അടിമാലി, മൂന്നാർ, ദേവികുളം, നെടുങ്കണ്ടം, അങ്ങനെ പിടിച്ചു വരുമ്പോൾ തനിക്ക് മനസ്സിലാകും മഹാദേവൻ തമ്പിയേക്കാൾ ഭേദം ഞങ്ങളാണെന്ന്. ചെയ്തതെല്ലാം നന്നായല്ലോ എന്ന്. ദേ നിൽക്കുന്നു രാമൻകുട്ടി. അയാളോട് ചോദിച്ച് ആരുടെ കൂടെയാണെന്ന്. എസ്.ഐ. വിജയരാഘവൻ രാമൻകുട്ടിയെ നോക്കി. രാമൻകുട്ടിയുടെ കണ്ണ് രണ്ടും ചുവന്ന് കലങ്ങി കിടക്കുന്നു. താടിയിലും വലത്തെ ചെന്നിയിലും കടന്നൽ കുത്തേറ്റ പോലെ നീര്. ചെവി മുതൽ കഴുത്ത് വരെ ഉണങ്ങി പിടിച്ച ചോരച്ചാല്. ഞാൻ ഇവരുടെ കൂടെയാ. തമ്പി മുതലാളിയുടെ ചാരായം ഞാൻ ഇനിമേലിൽ വിൽക്കുകയില്ല. പകരം ഇവർ തരുന്ന ചാരായം വിൽക്കും. എന്നോട് പൊയ്ക്കൊള്ളാൻ പറയുന്നത് വരെ ഇവരുടെ കൂടെ നിൽക്കും. ഇല്ലെങ്കിലോ? നരേന്ദ്രൻ ചോദിച്ചു. നാളെ ഞാൻ ജീവനോടെ ഇല്ല. കേട്ടല്ലോ? ജീവനല്ലേ വലുത്. അതുകൊണ്ട് നാളെ മുതൽ സാറ് ഞങ്ങളുടെ ഭാഗത്തേക്കുള്ള ഒരു കണ്ണും ഒരു ചെവി അടച്ചു പിടിക്കുന്നു. മഹാദേവൻ തമ്പിക്കെതിരെ മറ്റേ കണ്ണും ചെവിയും തുറന്നു വയ്ക്കുന്നു. തമ്പി ബുദ്ധിമുട്ടിച്ചെന്നിരിക്കും, സഹിച്ചോണം. അതിന് ഫലം കിട്ടും. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പുത്തൂന്ന് ആജ്ഞകളും ശാസനകളും വരും. അന്നേരം എല്ലാം സാർ ഓർക്കും, അവനവൻ്റെ ജീവനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ലല്ലോന്ന്. ട്രാൻസ്ഫറോ മറ്റോ കിട്ടിയാൽ അങ്ങ് പോയേക്കണം. വിജയരാഘവൻ തലയാട്ടി. പിന്നെ വേറൊന്ന്, ഒറ്റിക്കൊടുക്കരുത്. വിവരങ്ങൾ രഹസ്യമായിട്ട് കൈമാറി ചതിക്കാനിടവരരുത്.
സൂത്രത്തിൽ കൊടുക്കാമെന്ന് വിചാരിക്കരുത്. എന്നെ എവിടെയെങ്കിലും വെച്ച് പിടിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ പിടിക്കാവൂ. പിടിച്ചാൽ കൊന്നേക്കണം, ഇല്ലെങ്കിൽ തല പോകും. നരേന്ദ്രൻ അയാളുടെ യൂണിഫോം ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് നുള്ളി പിടിച്ചു പൊക്കി. ഇതെന്താ ഈ സാധനം? കാക്കി യൂണിഫോം. അത് മനസ്സിലായി. മെറ്റീരിയൽ എന്താ? പടച്ചട്ടയാണോ? ഉരുക്ക് കവചമാണോ? അല്ല, തുണി. ആ, തുണി. അത്രയും വിചാരിച്ചാൽ മതി. എൽദോസിനെ തല്ലിച്ചതച്ചതും കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി മഹാദേവൻ മുതലാളിയുടെ ബംഗ്ലാവിലോട്ട് അയച്ചതും ഞങ്ങൾ ക്ഷമിക്കുക. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതല്ലേ അത്, അല്ലേ? അതെ, എല്ലാവരും കേട്ടല്ലോ. നമ്മൾ ക്ഷമിക്കുക. ഈ ഒരൊറ്റ തവണ മാത്രം. അടുത്ത തവണ ചോദ്യവും പറച്ചിലുമില്ല. നരേന്ദ്രൻ എഴുന്നേറ്റു. വിജയരാഘവൻ്റെ കഴുത്തിൽ നിന്നും കയർ കുടുക്ക് ഊരി മാറ്റി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നെടുങ്കണ്ട SI രാജശേഖരനോട് ചെന്ന് ഒതുക്കത്തിൽ ചോദിച്ചാൽ മതി. അയാൾക്കറിയാം ഞങ്ങളെ. നരേന്ദ്രൻ ഒരു ബീഡി കൂടി കൊളുത്തി. എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ചുമ്മാ കിടക്കുമ്പോൾ ആലോചിച്ച് നോക്ക്. ജീവിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സമയം, ചാവാനാണെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം. നരേന്ദ്രൻ ഡാനിയെയും സംഘാംഗങ്ങളെയും നോക്കി. എന്നാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമല്ലേ? പോകാൻ എല്ലാവരും തയ്യാറായി. എന്നാൽ പോകാം. നരേന്ദ്രൻ മുമ്പേ ഇറങ്ങി, പിന്നാലെ മറ്റുള്ളവരും. വാതിലടിച്ച് കിടന്നു. നല്ല മഞ്ഞുണ്ട്. വരാന്തയിൽ ഇറങ്ങിയിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കി നരേന്ദ്രൻ പറഞ്ഞു. വിജയരാഘവൻ അപ്പോഴും കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. രാത്രി 12:30 വരെ കാത്തിരുന്നിട്ടും അയച്ച ജീപ്പോ അതോടിച്ച ഡ്രൈവറെയോ കാണാനില്ല. ധർമ്മരാജൻ നെറ്റി തിരുമ്മിക്കൊണ്ട് സിറ്റൗട്ടിൻ്റെ തൂണും ചാരി മഞ്ഞു പൊഴിയുന്ന മലഞ്ചെരുവുകളിലേക്ക് നോക്കി നിന്നു. ഒരിക്കൽ കൂടി മഹാദേവൻ തമ്പി സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വന്നു. നീ അയച്ചവരെവിടെ ധർമ്മ? കാണുന്നില്ല. വണ്ടിയും വന്നില്ലല്ലോ. അവരവിടുന്ന് പോന്നെന്നാ വിജയരാഘവനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മുടെ ജീപ്പേ തന്നെയല്ലേ? അതെ. വിജയരാഘവനെ ഒന്നുകൂടെ വിളിക്കാൻ മേലായിരുന്നോ? വിളിച്ചു. അയാൾ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ഇപ്പം നല്ല ഉറക്കമായിരിക്കും. വണ്ടിക്ക് വല്ല തകരാറ് സംഭവിച്ചോ? അങ്ങനെ വരാനേ വഴിയുള്ളൂ. ബ്രേക്ക് ഡൗണായിട്ട് വഴിയിൽ കിടപ്പുണ്ടായിരിക്കും. നീ പോയി ഒന്ന് നോക്കിയിട്ട് വാ ധർമ്മ. ഇനി കാത്തിരിക്കണ്ട. ഇവിടെ വണ്ടിയുണ്ടല്ലോ. ധർമ്മരാജൻ പോകാൻ തയ്യാറായി. ഞാൻ ഉടനെ വന്നേക്കാം. മഹാദേവൻ തമ്പി സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോന്നു. അയാൾ അസ്വസ്ഥതയോടെ ബെഡ്റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ജനാലയ്ക്ക് വന്ന് പുറത്തേക്ക് നോക്കി. ഒന്നും കാണാനില്ല. പുറത്ത് മൂടൽമഞ്ഞ്. മഞ്ഞുകണങ്ങൾ ജനൽ ചില്ലയിലൂടെ പടർന്നൊലിക്കുന്നു. പൊടുന്നനെ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം അയാളുടെ കണ്ണിലിടിച്ചു. അല്പം മുമ്പ് ധർമ്മരാജൻ പോയ വണ്ടിയാണതെന്ന് മനസ്സിലായി. മഹാദേവൻ തമ്പി തിടുക്കത്തിൽ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന പരിചാരകൻ ചാടി എണീറ്റു. വാതിൽ തുറന്നു കൊടുത്തു. ധർമ്മരാജനും 2 കോൺസ്റ്റബിൾമാരും എൽദോസിനെ കൊണ്ടുവരാൻ പോയ ജീപ്പിൻ്റെ ഡ്രൈവറും സിറ്റൗട്ടിലേക്ക് കയറി വന്നു. രാമൻകുട്ടിയും എൽദോസും എവിടെ? നമ്മുടെ വണ്ടി എവിടെ? ഇതെന്താ ധർമ്മ? ഇവർക്ക് എന്തു പറ്റി? കഠിനമർദ്ദനമേറ്റ അവശരായിരുന്നു പോലീസുകാരും ജീപ്പ് ഡ്രൈവറും. അവർക്ക് നേരെ നിൽക്കാൻ പോലും ത്രാണി ഉണ്ടായിരുന്നില്ല. ധർമ്മരാജൻ താൻ അറിഞ്ഞിടത്തോളം വിവരങ്ങൾ ചുരുക്കി പറഞ്ഞു. എൽദോസിനെയും കൊണ്ടുവരുന്ന വഴി 4-5 പേർ ചേർന്ന് ജീപ്പ് തടഞ്ഞു. രാമൻകുട്ടിയെയും എൽദോസിനെയും നമ്മുടെ ജീപ്പിൽ കടത്തിക്കൊണ്ടുപോയി. ഇവർക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു. എന്നാലും നടന്ന് പൂപ്പാറ എത്താറായപ്പോഴേക്കും ഞാൻ ചെന്നു. നമ്മുടെ വണ്ടി അത് അവന്മാർ കൊണ്ടുപോയി. അവരെത്ര പേരുണ്ടായിരുന്നെന്നാ പറഞ്ഞത്? 5. തമ്പി മുതലാളി ആലോചനയിലാണ്ടു. അത് അവൻ തന്നെയല്ലേ ധർമ്മ? ആര്? നരേന്ദ്രൻ. എനിക്കും അങ്ങനെയൊരു സംശയം തോന്നി. മഹാദേവൻ തമ്പിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഭീകരമായൊരു പേക്കിനാവിനിടയിലാണ് ഇൻസ്പെക്ടർ വിജയരാഘവൻ ഞെട്ടിയുണർന്നത്. ആദ്യം അയാൾക്ക് സ്ഥലകാലബോധം ഉണ്ടായില്ല. കറുത്ത മുഖംമൂടി കൊണ്ട് മുഖം മൂടിക്കെട്ടി, കാലിൻ്റെ പെരുവിരലുകൾ തമ്മിൽ ചരടിട്ട് ബന്ധിച്ച്, കൈകൾ പിന്നോട്ടാക്കി കെട്ടി കഴുമരത്തിൽ കയറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ആരാച്ചാർ. കഴുത്തിൽ കയർ കുടുക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു. ലിവറിൻ്റെ മീതെ വെച്ച ആരാച്ചാറിൻ്റെ കൈ താഴേണ്ട താമസേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരം കഴുമരത്തിൽ കിടന്ന് പിടയാൻ. വിജയരാഘവ, ആരോ വിളിക്കുന്നു. വാതിലിൽ തട്ടുന്ന ഒച്ച. ഏതാണ് സ്ഥലം? ജയിലല്ല, തൂക്കുമരമല്ല. വിജയരാഘവൻ, വാതിലിൽ ഇടുക്കിയാണ്. വിജയരാഘവൻ എഴുന്നേറ്റു. പതുക്കെ സ്ഥലകാലബോധം വന്നു. ഇത് തൻ്റെ കിടപ്പറയാണ്. വിജയരാഘവൻ ചെന്ന് ലൈറ്റിട്ടു. പുറത്തേക്കുള്ള ജനാല തുറന്നു നോക്കി. സിറ്റൗട്ടിൽ ധർമ്മരാജൻ നിൽക്കുന്നത് അയാൾ കണ്ടു. കൂടെ വാസവനും കലേന്ദ്രനും. എന്താ ധർമ്മരാജ? താൻ എന്താടോ ഒരുമാതിരി പെണ്ണുങ്ങളെപ്പോലെ ജനലിൽ കൂടി സംസാരിക്കുന്നേ? വാതിൽ തുറക്കടോ. ഞാൻ നല്ല ഉറക്കമായിരുന്നു, അത് മനസ്സിലായി. വാതിൽ തുറക്കാനുള്ള വൈമനസ്യം SI 2 തവണയും പ്രകടമാക്കി. രക്ഷയില്ല. തന്നോടല്ലേ വിജയരാഘവ പറഞ്ഞത്? ധർമ്മരാജന് ദേഷ്യമായി. വിജയരാഘവൻ വാതിൽ തുറന്നു.
രാമൻകുട്ടിയെ 2 പോലീസുകാരെയും കൂട്ടി എൽദോസിനെ താൻ അങ്ങോട്ട് അയച്ചില്ലേ? ഉവ്വ്, അവരിതുവരെ ബംഗ്ലാവിൽ എത്തിയിട്ടില്ല. അതെന്തു പറ്റി? 4-5 പേർ ചേർന്ന് പോലീസുകാരെയും ഡ്രൈവറെയും അടിച്ചു വീഴ്ത്തിയിട്ട് ജീപ്പടക്കം രാമൻകുട്ടിയെ എൽദോസിനെയും കൊണ്ടുപോയി. അതാരാ? അത് ഞങ്ങളാണ് അന്വേഷിക്കാൻ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്. പോലീസല്ലേ? രാവിലെ ഒരു പരാതി എഴുതി തന്നേക്ക് ധർമ്മരാജ, ഞാൻ അന്വേഷിക്കാം. താൻ എന്തു വർത്തമാനമാടോ ഈ പറയുന്നേ? 2 പേരെ കാണാനില്ല, ഒരു ജീപ്പും. എനിക്ക് ഉറങ്ങണ്ടേ ധർമ്മരാജ? നിങ്ങൾ കാരണം ഞാൻ വളരെ വൈകിയാ കിടന്നേ. ദാ മുതലാളി വണ്ടിയിൽ ഇരിപ്പുണ്ട്, താൻ ചെന്നു പറ ഉറക്കം വരുന്നെന്ന്. വിജയരാഘവൻ പെട്ടെന്ന് ഷർട്ട് എടുത്തിട്ടു. പുറത്തിറങ്ങി വാതിൽ പൂട്ടി. റോഡിൽ മഹാദേവൻ മുതലാളിയുടെ ബെൻസ്. വിജയരാഘവൻ റോഡിലെത്തി. ബെൻസിൻ്റെ പിൻസീറ്റിന് ഇടതുവശത്തെ ചില്ല് താഴ്ന്നു. രാഘവ, എന്താ ചെയ്യുന്നേ? മഹാദേവൻ തമ്പി ചോദിച്ചു. എന്തു പറ്റിയെന്ന് അറിയാതെ ധർമ്മരാജൻ്റെ ജീപ്പിലോട്ട് കയറുതാൻ. വിജയരാഘവൻ അനുസരിച്ചു. അയാൾ ധർമ്മരാജൻ്റെ ജീപ്പിൽ ചെന്ന് കയറി. ജീപ്പ് നിറയെ ആളുകൾ. തമ്പി മുതലാളിയുടെ ഗുണ്ടകളാണെന്ന് വിജയരാഘവന് മനസ്സിലായി. ആദ്യം ശാന്തമ്പാറ ശശിയുടെ വീട്ടിലേക്ക് ധർമ്മരാജൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചു. വണ്ടി ഓടി തുടങ്ങി. തമ്പി മുതലാളിയുടെ ബെൻസ് റോഡിൽ തന്നെ കിടന്നു. ശശിയുടെ വീട് അത് അടച്ചു പൂട്ടിയിരുന്നു. ഗുണ്ടകൾ ഇറങ്ങി. ചവിട്ടി പൊളിച്ചേക്ക് ധർമ്മരാജൻ നിർദ്ദേശിച്ചു. വാതിൽ ചവിട്ടി പൊളിച്ചവർ അകത്ത് കടന്നു. കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തു. വീട്ടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഷെഡിൽ വാഹനങ്ങളുണ്ടായിരുന്നില്ല. ധർമ്മരാജനും സംഘവും അടങ്ങി. അടുത്ത ലക്ഷ്യം രാമൻകുട്ടിയുടെ വീടായിരുന്നു. അയാളുടെ വീട്ടുകാരെ വിളിച്ചുണർത്തി. രാമൻകുട്ടി ഇങ്ങോട്ട് വന്നോ? ഇല്ല, വൈകുന്നേരം ടൗണിലോട്ട് ഇറങ്ങിയതാ, പിന്നെ വന്നില്ല. അവർ തിരിച്ച് ശാന്തമ്പാറ ടൗണിൽ ചെന്നു. അവിടെ നിന്ന് പൂപ്പാറയ്ക്കുള്ള റോഡിലൂടെ വണ്ടി ഓടിച്ചു പോയി. പൂപ്പാറ വരെ ചെന്നിട്ട് തിരിച്ചു പോന്നു. അറിയാവുന്ന ഇടവഴികളിലൂടെ എല്ലാം അവർ വണ്ടി ഓടിച്ചു പോയി. ഒരിടത്തും ഒന്നും കണ്ടെത്താനായില്ല. ധർമ്മരാജനും കൂട്ടരും തിരിച്ച് തമ്പി മുതലാളിയുടെ ബെൻസിനടുത്തെത്തി. ഈ രാത്രിയിൽ അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല മുതലാളി, രാവിലെ അന്വേഷിക്കാം, വിജയരാഘവൻ പറഞ്ഞു. അവർ 5 പേരുണ്ട്, രാമൻകുട്ടിയെയും എൽദോസിനെയും കൂടാതെ, മഹാദേവൻ തമ്പി പറഞ്ഞു. ഈ ശാന്തമ്പാറയിൽ എവിടുണ്ടെങ്കിലും ഞാനവരെ പൊക്കിയിരിക്കും, ജീപ്പും കണ്ടെടുക്കും, വിജയരാഘവൻ പറഞ്ഞു. നാളെ ഒരു ദിവസം കൂടി നിനക്ക് തരാം, മഹാദേവൻ തമ്പി പറഞ്ഞു. മതി, വിജയരാഘവൻ ഉറപ്പ് നൽകി. മഹാദേവൻ തമ്പിയുടെ ബെൻസും ധർമ്മരാജൻ്റെ ജീപ്പും പൂപ്പാറയ്ക്ക് മടങ്ങി. വണ്ടികളുടെ പിന്നിലെ ചുവപ്പ് വെളിച്ചം അണിയുന്നതുവരെ വിജയരാഘവൻ നോക്കി നിന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസം അയച്ചു. ശാന്തമ്മ തിളപ്പിച്ചു കൊടുത്ത കട്ടൻ കാപ്പി നിന്നുകൊണ്ട് തന്നെ ഊതി കുടിച്ചു നരേന്ദ്രൻ. വിനീതയും ശാന്തമ്മയും രാജുമോളും അവൻ്റെ സമീപത്ത് തന്നെ നിൽപ്പുണ്ട്. വിനീത രാജുമോളുടെ നേർക്ക് കണ്ണുകൊണ്ട് രാഗ്യം കാട്ടി. നരേന്ദ്രൻ അത് ശ്രദ്ധിച്ചു. എന്താ അവൻ ചോദിച്ചു. രാജുമോൾ പറയാൻ മടിച്ചു. എന്നാണെങ്കിലും പറഞ്ഞു. അച്ഛനറിയില്ലല്ലോ ഞങ്ങൾ എവിടെയാണെന്ന്. ഇതുവരെ ഒരു കത്ത് പോലും അയച്ചുമില്ല. അറിയിക്കണ്ടേ ഞങ്ങൾ ജീവനോടെ ഉണ്ടെന്ന്. ജയിലിൽ കിടക്കുന്ന ആളല്ലേ, വിനീത പറഞ്ഞു. നരേന്ദ്രൻ ആലോചിച്ചു. നിങ്ങളൊരു കത്ത് എഴുതിക്കോ, ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഞങ്ങളുടെ കയ്യിൽ ഇൻലൻറ്റും കവറും ഒന്നുമില്ല. സാരമില്ല, വെള്ളക്കടലാസിൽ എഴുതിയാൽ മതി. ഞാൻ കവറിലിട്ട് അഡ്രസ്സ് എഴുതി അയച്ചോളാം. ഞങ്ങൾ തന്നെ അയച്ചാലോ? അത് ശരിയാവില്ല. തപാൽ മുദ്ര കണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മനസ്സിലായെങ്കിലോ? ഞാൻ മറ്റെവിടെയെങ്കിലും നിന്ന് പോസ്റ്റ് ചെയ്തോളാം. വെള്ളക്കടലാസിൽ എഴുതിക്കോ. താമസിക്കുന്ന സ്ഥലത്തെപ്പറ്റി ഒരു സൂചന പോലും എഴുതരുത്. വിനീത വേഗം പേനയും കടലാസും എടുത്ത് എഴുതാനിരുന്നു. അവളുടെ ഭാഗം എഴുതി തീർത്തിട്ട് പേന രാജുമോൾക്ക് നൽകി. രാജുമോളും എഴുതി. അടുത്ത ഊഴം ശാന്തമ്മയുടേതായിരുന്നു. ഒടുവിൽ കടലാസ് നരേന്ദ്രൻ്റെ കയ്യിൽ കിട്ടി. വെള്ളക്കടലാസിൻ്റെ ഇരുപുറവും കുനുകുനെ എഴുതി നിറച്ചിരിക്കുന്നു. അവൻ അത് മടക്കി പോക്കറ്റിലിട്ടു. കയ്യിലെടുത്തു പിടിച്ചിരുന്ന പണം അവൻ വിനീതയെ ഏൽപ്പിച്ചു. ഇനി ഞാൻ പോട്ടെ, വഴിയിൽ വരെ ഞാനും വരാം, വിനീത പറഞ്ഞു. എന്തിന്? നരേന്ദ്രൻ നെറ്റി ചുളിച്ചു. എനിക്ക് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് സംസാരിക്കാമല്ലോ. എനിക്ക് സ്വകാര്യമായിട്ട് പറയാനുള്ളതാ. ആരെങ്കിലും കണ്ട് സംശയിച്ചെങ്കിലോ? ഇവിടെ ഈ നേരത്ത് കാണാനും സംശയിക്കാനും ആരുമില്ല. നരേന്ദ്രൻ അസ്വസ്ഥനായി. എങ്കിലും വിസമ്മതം പറഞ്ഞില്ല. കാൽച്ചുവട്ടിൽ ടോർച്ച് തെളിച്ചുകൊണ്ട് വിനീത മുമ്പേ ഇറങ്ങി. വേലിക്കെട്ടുകൾക്കിടയിലൂടെ നടന്നവർ മൈതാനത്തെത്തി. അടുത്തെങ്ങും വീടുകളില്ല. ഇരുട്ടും നരച്ച മൂടൽമഞ്ഞും. നിങ്ങളെ ഇവിടെ ആർക്കും സംശയമില്ലല്ലോ? ഇല്ല, ഞാനിവിടെ ഒരു അംഗൻവാടി തുടങ്ങുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. നല്ല കാര്യം. ഞങ്ങളുടെ ചെലവിൻ്റെ കാര്യത്തിൽ നരേന്ദ്രനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുതല്ലോ. അതോർത്ത് വിഷമിക്കേണ്ട. ഇരുട്ടിൽ സൂചിമുന പോലെ രോമകൂപങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന തണുപ്പിൽ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഇനിയെങ്കിലും എന്നോട് പറ, നരേന്ദ്രൻ എന്താ ഇവിടെ ചെയ്യുന്നേ? കൊള്ളയും കവർച്ചയും മോഷണവും ഒന്നുമില്ല. അത്രയും അറിഞ്ഞാൽ പോരെ? പോരാ, നരേന്ദ്രൻ എന്ത് ചെയ്താലും അതിൻ്റെ
പങ്കുപറ്റുന്നവരാണല്ലോ ഞങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? നിർബന്ധമാണെങ്കിൽ പറയാം. കഞ്ചാവ് കൃഷിയാണ് ആദ്യം ചെയ്തിരുന്നത്. അതെല്ലാം റെയ്ഡ് ചെയ്തു പോയി. ഇപ്പോൾ ചാരായം വാറ്റി വിൽക്കുന്നു. നിയമവിരുദ്ധമല്ലേ രണ്ടും? നിയമം എന്നെ സംരക്ഷിച്ചോ? നിന്നെ സംരക്ഷിച്ചോ? ഇല്ലല്ലോ. നമ്മളെ നശിപ്പിക്കുകയല്ലേ ചെയ്തേ. എന്നാലും എന്നെങ്കിലും പിടിക്കപ്പെടില്ലേ? ഒളിവിലാണ് എൻ്റെ ജീവിതം. ഒരു കുറ്റവും ചെയ്യാതെ വെളിയിലിറങ്ങി നടന്നാലും പോലീസ് എന്നെ വേട്ടയാടും. മഹാദേവൻ തമ്പിയുടെ ഗുണ്ടകൾ എൻ്റെ ജീവൻ എടുക്കും. അല്ലെങ്കിൽ ഞാൻ ഹൈറേഞ്ച് വിട്ട് മറ്റേതെങ്കിലും ദൂരദേശത്തേക്ക് ഒളിച്ചു പോകണം. ഞാനില്ലെങ്കിൽ നിങ്ങളുടെ കാര്യവും വലിയ കഷ്ടത്തിലായിരിക്കും. മാത്രമല്ല, കുറേ കാലം എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹവുമായിട്ടല്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കുടുംബം തകർത്തവർക്ക് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടൊരു ന്യായവിധി കൽപ്പിച്ചിട്ടുണ്ട്. ആ ശിക്ഷ നടപ്പാക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കരുതെന്ന് പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. എൻ്റെ ലക്ഷ്യം നേടാനുള്ളതാണ്. നിങ്ങളെ ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ട് ഒരു കൈ കൊണ്ട് താങ്ങുന്നുവെന്നേ ഉള്ളൂ. നിങ്ങളെ ഒരു തവണ വന്ന് കണ്ടിട്ട് പോകുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്തതുപോലെ എനിക്ക് ഇരുട്ട് കരുത്താണ്. ഇരുട്ട് വേറും വാശിയുമാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ തണുത്തു പോയേനെ. വേണ്ടത്ര പിന്മനമില്ലാതെ നിരാശ കൊണ്ടും മടുപ്പ് കൊണ്ടും തളർന്ന് ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിച്ചേനെ. അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്കറിയാം, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പൊരുതുന്നത്. അതിനൊരു സുഖവും സന്തോഷവും ഉണ്ട്. എന്നാൽ മറ്റേതെങ്കിലും ഒരു തൊഴിൽ നോക്കിക്കൂടെ? ഒരിടത്തും എത്തില്ല വിനീതേ. ഭക്ഷണത്തിനുള്ള വകയുണ്ടാക്കാം. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ചാരായം വാറ്റി വിറ്റു എന്ന കുറ്റത്തിനായിരുന്നു എന്നെ ജയിലിലടച്ചത്. ചാരായം വാറ്റി വിൽക്കുന്ന ഒരാളാണ് എന്നോട് ആ ചതി ചെയ്തത്. വാളിനെ വാളുകൊണ്ട് തന്നെ കീഴ്പ്പെടുത്തണം. യുദ്ധം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അന്തിമ വിജയത്തെക്കുറിച്ച് എനിക്കിപ്പോൾ സംശയമൊന്നുമില്ല. നിയമവിരുദ്ധമായ എന്തോ ഒന്നാണ് നരേന്ദ്രൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. എന്താണെന്ന് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. പറ്റിയൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ഇത്രയും സമയമെടുത്തു. തോൽക്കില്ല വിനീതയെ ഞാൻ. അല്ലെങ്കിൽ എൻ്റെ തോൽവി എൻ്റെ മരണമായിരിക്കും. വിനീത ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. നരേന്ദ്ര, അവൾ അയാളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. എന്നെ ദുർബലനാക്കരുത്. മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞു. നമുക്ക് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റില്ലേ? എന്നെ ഏത് ആയുധം കൊണ്ട് അടിച്ച് നിലംപരിശാക്കിയോ അതേ ആയുധം കൊണ്ട് എൻ്റെ ശത്രുവിനെ തകർത്തതിന് ശേഷവും മനസ്സിൽ അല്പമെങ്കിലും സമാധാനമുണ്ടെങ്കിൽ. അവൻ അർത്ഥോക്തിയിൽ നിർത്തി. വിനീത അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റു നോക്കിക്കൊണ്ട് നിന്നു. നീ പൊയ്ക്കോ, എനിക്ക് ജോലി ഇനിയും ഒരുപാട് ബാക്കിയാണ്. വിനീത മടിച്ചു നിന്നു. നരേന്ദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മെല്ലെ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. മഞ്ഞിൻ്റെ തണുപ്പും ഈർപ്പവും അവൻ്റെ ചുണ്ടുകളിൽ പുരണ്ടു. പൊയ്ക്കോ, അവൻ മന്ത്രിച്ചു. തൻ്റെ കാൽച്ചുവട്ടിൽ ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് അവൾ വീടിന് നേർക്ക് തിരിച്ചു നടന്നു. വീട്ടുമുറ്റത്ത് അവൾ എത്തുന്നതുവരെ അവൻ നോക്കി നിന്നു. പിന്നെ കാലുകൾ നീട്ടിവെച്ച് നടന്നു. മെയിൻ റോഡിലേക്ക് തുറക്കുന്ന പോക്കറ്റ് റോഡിൻ്റെ ഓരം ചേർന്ന് 2 ജീപ്പുകൾ നിർത്തിയിട്ടിരുന്നു. ഡാനിയും സംഘവും അതിലൊരു ജീപ്പിൽ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്താ വൈകിയേ? ഡാനി ചോദിച്ചു. ഒരു കത്തെഴുതി വാങ്ങാനുണ്ടായിരുന്നു. പോകാം. നേരം വെളുക്കുന്നതിന് മുമ്പ് മല കയറണം. അതിലൊരു ജീപ്പ് മഹാദേവൻ തമ്പിയുടേതായിരുന്നു. ഡാനിയും മറ്റും കയറിയ ജീപ്പ് മുമ്പേ പോയി. പിന്നാലെ നരേന്ദ്രൻ മഹാദേവൻ തമ്പിയുടെ ജീപ്പിലും. പൊന്മുടി ഡാം കഴിഞ്ഞ് രാജാക്കാട് ടൗണിനോടടുക്കാറായപ്പോൾ മഹാദേവൻ തമ്പിയുടെ ജീപ്പിലെ ഡീസൽ തീർന്നു. ജീപ്പ് വഴിയോരത്ത് ഉപേക്ഷിച്ചതിന് ശേഷം നരേന്ദ്രൻ ഡാനിയും മറ്റും ഇരുന്ന ജീപ്പിൽ ചെന്ന് കയറി. ജീപ്പ് പിന്നെയും ഓടിക്കൊണ്ടിരുന്നു. പ്രഭാതം. വെള്ളികുളം എസ്റ്റേറ്റ് മൂടൽമഞ്ഞിൽ പുതഞ്ഞു കിടന്നു. വെയിലുദിച്ച് ഏറെ നേരം കഴിഞ്ഞാണ് മഞ്ഞ് മാറിയത്. രാത്രി വളരെ വൈകി ഉറങ്ങാൻ കിടന്നതിനാൽ മഹാദേവൻ തമ്പി ഉണരാൻ വൈകി. അയാൾ എണീറ്റപ്പോൾ നീലൻ വരാന്തയിൽ ധർമ്മരാജൻ നിൽപ്പുണ്ടായിരുന്നു. ഒരു വിവരം കിട്ടിയിട്ടുണ്ട് മുതലാളി, ധർമ്മരാജൻ പറഞ്ഞു. എന്ത് വിവരം? നമ്മുടെ ജീപ്പ് രാജാക്കാടിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്. മഹാദേവൻ തമ്പിയുടെ മുഖം തെളിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? രാവിലെ വിജയരാഘവൻ വിളിച്ചു പറഞ്ഞതാ. അയാൾ ജീപ്പ് കസ്റ്റഡിയിൽ എടുത്ത് ശാന്തമ്പാറയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രാമൻകുട്ടിയും എൽദോസും 2 പേരെ പറ്റി ഒരു വിവരവുമില്ല. ജീപ്പിന് എന്തെങ്കിലും കേടുപാടുകൾ? ഒന്നുമില്ല. ഡീസൽ തീർന്നിട്ട് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ജീപ്പ് നമ്മുടെ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതേന്ന് വിജയരാഘവൻ പറഞ്ഞു. മുതലാളിയെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകാനിരിക്കുകയായിരുന്നു. രാജാക്കാട് സ്റ്റേഷൻ്റെ പരിധിയിലായതുകൊണ്ട് അവരുടെ അനുവാദത്തോടെയേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതെന്താ? വേണ്ടതെന്ന് വെച്ചാൽ ധർമ്മം തന്നെ ചെയ്തു വെക്കണം. വിജയരാഘവനോട് രാമൻകുട്ടിയെയും എൽദോസിനെയും ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞില്ലേ?
പറഞ്ഞു. അയാൾ അതിരാവിലെ തന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ശാന്തമ്പാറ യാതൊരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. ചാരായം വിൽക്കുന്നത് ശശിയായാലും എൽദോസ് ആയാലും നരേന്ദ്രനായാലും നാളെ വിൽക്കാൻ ഇടവരരുത്. നരേന്ദ്രനെ പിടിക്കാൻ പോലീസിൻ്റെ സഹായം നോക്കിയിരിക്കണ്ട. സ്വന്തം നിലയിൽ ധർമ്മൻ അത് കൈകാര്യം ചെയ്തു. രാമൻകുട്ടിയായിരുന്നു ശാന്തമ്പാറ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നോവൽ നാളെ തുടരും.